ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പോയി എൻ്റെ ജോബ് ചെയ്തു തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത്. ആദ്യം ഞാൻ കല്യാണത്തിന്റെ ഒരു കാര്യം വന്നപ്പോൾ കല്യാണം നോക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിൽഷ റോബിനിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടതാണോ? ആരതിപ്പൊടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാനും എന്റെ വൈഫും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഇതിന്റെ ഇടയിൽ പറയേണ്ട കാര്യം എന്താണ്? എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾ അണ്ണനെതിരെയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരതിപ്പൊടി പറഞ്ഞത് ഇങ്ങനെ. പ്രതികരണവുമായി റോബിന്റെ ഭാര്യയും സംരംഭകയുമായ ആരതിപ്പൊടി രംഗത്ത്. അവർ തമ്മിലല്ലേ, അത് അവർ തീർക്കട്ടെ. എന്റെ പേര് വലിച്ചേക്കരുത്, അതുപോലെ എന്റെ ബ്രാൻഡിനെയും ഒന്നും പറയരുത്. എനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല. റോബിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു മാനിപ്പുലേറ്ററാണ്. അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാവയാണ് ആ കുട്ടി. അവസാനം സ്വന്തം ഭർത്താവിനെ ഭാര്യയും ഒറ്റപ്പെടുത്തിയോ? പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് റോബിൻ രാധാകൃഷ്ണൻ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. ദിൽഷയുമായുമുള്ള പ്രണയവും ദിൽഷേനെ കാണാൻ വല്ല വഴിയുണ്ടോ? ചെറുതായിട്ട് മിസ് ചെയ്യുന്നു. എന്നാൽ പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കല്യാണ പദ്ധതി മുടങ്ങി. ദിൽഷ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നാണ് കമന്റുകൾ പറയുന്നത്. അബിൽ ദേവിന്റെയും വേദ് ലക്ഷ്മിയുടെയും വാർത്താ സമ്മേളനം പൂർണ്ണമായും കണ്ടവർക്ക് മനസ്സിലാകും. കോടികളുടെ കടബാധ്യതയാണ് റോബിനുള്ളത്. കൂടാതെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ അപാര കഴിവ് റോബിനുണ്ടെന്നും കടം കൊടുത്തവരും പങ്കാളി ആരതിപ്പൊടി പോലും പെട്ടുപോയതാണെന്നും ചിലർ കുറിക്കുന്നു. ബാലൻസ് ഉള്ള 40 ലക്ഷം ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ ഓൾറെഡി തന്നു, ഇനി 40 ലക്ഷം അതുകൊണ്ട് ഞാൻ തന്നേക്കാം. എന്തായാലും റോബിൻ അണ്ണൻ പെട്ട അവസ്ഥയിലാണ്. തെളിവുകളുടെ ഒരു അട്ടി തന്നെ മൂപ്പരുടെ കയ്യിലുണ്ട്. എത്ര കോപ്പി കൊണ്ടുവന്നറിയാം? ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് ചെക്ക് ചെയ്യാനുള്ള കോപ്പീസ് എത്രയും കൊണ്ടുവന്നിരിക്കുന്നത്.